വിഷയങ്ങൾ സെൻസിറ്റീവ് ആവണമല്ലോ. സെൻസിറ്റീവ് ആകുമ്പോഴല്ലേ നല്ല കഥയാവുന്നത്. അല്ലാതെ ഒരു സാധാരണ ഒരു ബോയ് മീറ്റ്സ് എ ഗേൾ, അവരുടെ കല്യാണം സമ്മതിക്കുന്നില്ല, അവർ പിന്നീട് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നീട് ഒരു കൂട്ടിമുട്ടുന്നു, അതിലൊക്കെ എന്ത് കഥയുള്ളത്? ഇറ്റ് ഹാസ് ടു ബി സെൻസിറ്റീവ്. ആ സമൂഹത്തിലെ കോപ്പ് ഔട്ട്സ്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും തെറിച്ചുപോയ മനുഷ്യർ, പുറന്തള്ളപ്പെട്ട മനുഷ്യർ, പങ്കുചേരാൻ സാധിക്കാത്ത മനുഷ്യർ, അവരെക്കുറിച്ചുള്ള കഥകളാണ് യഥാർത്ഥത്തിൽ വർത്തിയായിട്ടുള്ള കഥകൾ. അതിനേക്കാളും പ്രധാനപ്പെട്ട ഈ ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ, ഈ ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂ അവതരിപ്പിക്കുന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ 4-5 വർഷമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ ജോസഫിൻ്റെ ആളോഹരി ആനന്ദം എന്നുള്ളത്. അപ്പോൾ അത് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ശക്തമായ രീതിയിലാണ് അത് ആ പ്രമേയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ക്ലോസറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റിയോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, അവരെക്കുറിച്ച കഥയാണ് ആളോഹരി ആനന്ദം. അത് 4-5 വർഷം മുമ്പേ ഞാൻ ചെയ്യാനിരുന്നതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കാതെ പോയതാണ്. സോ അത്തരത്തിലുള്ള തീമുകൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. MT സാറുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് മുമ്പോട്ട് പോയതാണ്. പക്ഷേ നിർമ്മാണ ചില സാഹചര്യങ്ങളൊക്കെ ഒത്തുവരാത്തതുകൊണ്ട് അതവിടെ നിന്നതാണ്. ഈ പെരുമഴയുടെ പിറ്റേന്ന് എന്നുള്ള കഥയും വിലാപയാത്ര എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവലും കൂടി ചേർന്നിട്ടുള്ളൊരു തിരക്കഥയാണ് എഴുതിയതാണ്. അദ്ദേഹം അത് വലിയ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നാഷണൽ നെറ്റ്വർക്കിന് വേണ്ടി ചെയ്തിട്ടുള്ള ഞാനും ശ്രീ ബൈജു ചന്ദ്രനും കൂടി ചേർന്നിട്ടുള്ളതാണ്. MTയുടെ ഹൃദയത്തിലൂടെ എന്നുള്ളൊരു. MT സാറുമായിട്ട് എത്രയോ കാലമായിട്ട് അറിയാം, വളരെ അടുത്തറിയാം, കുടുംബമായിട്ടൊക്കെ. തൽക്കാലം മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ വേണ്ടി സിനിമ എടുക്കേണ്ട കാര്യമില്ല. സോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ളതല്ലേ നല്ലത്, സന്തോഷം. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് സിനിമയുടെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഒരു സ്പെക്ടാക്കിൾ ആയി മാറി. വലിയ ഈ ബ്രഹ്മാണ്ഡം എന്നൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ് ആളുകൾ തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള തമാശകളും രസങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഇതായിട്ട് മാറിക്കഴിഞ്ഞു. ആ തിയേറ്ററിലൊരു കഥയുടെ ഒരു ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്, ഇല്ലെന്നല്ല, വളരെ കുറവാണ്. എക്സെപ്ഷണലായി ഉദാഹരണത്തിന് ഉള്ളൊഴുക്ക് എന്നൊക്കെ പോലുള്ള സിനിമകളായിരിക്കും അടുത്ത കാലത്ത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിന് വേണ്ടി ആളുകൾ തിയേറ്ററിൽ പോകുന്നു. നല്ല പെർഫോമൻസ്, നല്ല കഥ, സംഘർഷഭരിതമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ പൊതുവേ അത് ആളുകൾക്ക് അത് കാണുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഒരു രസം പകരുന്ന കാഴ്ചകളാണ്. ആ രീതിയിലല്ല സിനിമയുടെ ഒരു അനുഭൂതിയെ ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ഉള്ള സ്പേസുള്ള ഒരു മേഖലയിലുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കും. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അസൂയ തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതം തോന്നുകയും നിരന്തരമായി ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏക പ്രതിഭ എന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് ഇയാൾ ഈ ടാലൻ്റ് എന്നുള്ളതൊക്കെ ദൈവദത്തമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സംതിങ് ബിയോണ്ട് നോർമൽ ഹ്യൂമൻ എഫേർട്ട് AR റഹ്മാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരേ ഒരാൾ, ആരോടെങ്കിലും എനിക്കൊരു ഫാൻ ബോയ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ പോലെ അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ പ്രതിഭയിൽ അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് AR റഹ്മാനോട് മാത്രമേ ഉള്ളൂ. ശ്രീ അരോമമണി എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഏറെക്കാലം ഒരു പരിചയമുണ്ടായ ഒരു സുഹൃത്തുക്കളായിട്ടൊക്കെയാണ് പ്രൊഡ്യൂസറായിട്ട് മാറുക. പക്ഷേ എൻ്റെ അരികെ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസറുടെ സുഹൃത്തെന്ന രീതിയിൽ സെറ്റിൽ വന്ന ശ്രീ അരോമമണി എന്നോട് നമുക്കൊരു സിനിമ ചെയ്യണം, ഒരു കഥയുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം എടുക്കുന്ന സിനിമകൾ സാധാരണ ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമകളാണ്. അങ്ങനെ അല്ലാത്ത സിനിമകളും അദ്ദേഹം എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം പോലെയുള്ള, അല്ലെങ്കിൽ ദൂരെ ഒരു കൂടുകൂട്ടാൻ പോലുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ജനറലി അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി ഓഫ് ഫിലിംസും ഒരു മെയിൻ സ്ട്രീം ഫിലിം മേക്കേഴ്സും മെയിൻ സ്ട്രീം തീംസും സ്റ്റാർസും ഒക്കെയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അത്ഭുതം തോന്നി. അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറി മനസ്സിൽ നിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യം തോന്നുകയും ചെയ്തു. അതിൻ്റെ മുഴുവൻ പ്രൊഡക്ഷനും അദ്ദേഹം എന്നിൽ ഏൽപ്പിച്ചു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ഞാൻ അതുവരെ കേട്ടിട്ടുള്ളത് അദ്ദേഹം വളരെ നമ്മളെ ഒരു സൂപ്പർവൈസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണെന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. ഒരിക്കൽ പോലും ഇല്ല. അദ്ദേഹം ഒരു
എപ്പോഴെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും ചെയറിലിരിക്കുന്നത് കാണാം. എന്നല്ലാതെ അതിനുവേണ്ട പൂർണ്ണമായ സൗകര്യങ്ങൾ തരികയും ആ ഒരു സിനിമയോടുള്ള വലിയൊരു ഭ്രമമുള്ള, സിനിമയുടെ പ്രോസസ്സിനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് ശ്രീ അരോമ മണി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ സാധിച്ചു. അതൊരു നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിനത് ഒരു വിജയകരമായിട്ടുള്ളൊരു പ്രോജക്റ്റായി മാറി. അതിനുശേഷം അത് പനോരമയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും അദ്ദേഹം കൂടി ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ചെലവഴിച്ച ദിവസങ്ങൾ ഒക്കെ എനിക്ക് നല്ല ഓർമ്മ വരികയാണ്. അപ്പോൾ ഇറ്റ് വാസ് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ്. NSVലും വളരെ വിഭിന്നമായിട്ടുള്ളൊരു പ്രൊഡ്യൂസറായിരുന്നു അരോമ മണി. അദ്ദേഹം അതിനുശേഷവും ഞങ്ങൾ 1-2 പ്രോജക്റ്റുകളൊക്കെ ആലോചിച്ചു, പക്ഷേ പല കാര്യങ്ങളോടും നടന്നില്ല.